ഇവിടെ സിനിമ മാത്രമല്ല കല, ഇവിടെ ഡിസ്കസ് ചെയ്യപ്പെടാതെ പോകുന്നത് നാടകങ്ങളുണ്ട്. കഥകളി പോലെയുള്ള നാടകങ്ങളൊക്കെ ഇവിടെ നടന്നിട്ടുണ്ട്. ഇവിടെ കഥകളിയുണ്ട്. കലാമണ്ഡലത്തിലെ ഏറ്റവും പുതിയൊരു ഇൻ്റർകൾച്ചറൽ പ്രൊജക്റ്റ് ഈ അടുത്ത കാലത്ത് നടന്നു. ഒരു വിദേശ സബ്ജക്റ്റിനെ കഥകളി രൂപത്തിൽ അവതരിപ്പിക്കുന്നു. അപ്പോൾ സംഗീതവും മാജിക്കും ചിത്രകലയും നാടകവും സിനിമയും എല്ലാം കലയാവുകയും അനവധി folk artകൾ, അതെ അനവധി folk artകളും എല്ലാം കലയാവുകയും, ഒരുപക്ഷെ folk artനെയൊക്കെ ഇപ്പോഴാണ് നമ്മൾ ഒരു രാജ്യത്തിനെ അല്ല ഒരു സമൂഹത്തിൻ്റെ സൈക്കോളജിക്കൽ ബാലൻസിന്, അതിൻ്റെ സോഷ്യോളജിക്കൽ ബാലൻസിന് വേണ്ടിയിട്ടാണ് നമ്മുടെ folk artകളൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത്. അങ്ങനെ ഒരു സിസ്റ്റത്തിനെ ബാലൻസ് ചെയ്ത് നിർത്താൻ പറ്റുന്ന ഏറ്റവും ശാസ്ത്രീയമായ പദ്ധതി ഉള്ള ഒരു നാട്ടിൽ ബാലൻസിനെ തെറ്റിക്കുന്ന തരത്തിൽ കലയെ വായിക്കപ്പെടുന്നത് അപകടകരമായ സൂചനയാണ്. ഇത് രാഷ്ട്രീയപരമായി വലിയ അപജയത്തിൻ്റെ ഒരു ലക്ഷണമായിട്ട് ഞാൻ കാണുന്നു. ഇതിനെ പിടിച്ചു നിൽക്കാൻ പറ്റുക എന്നുള്ളത് രാഷ്ട്രീയ ബോധം ഉള്ള രാഷ്ട്രീയ പഠിതാക്കൾ, കലാപഠിതാക്കൾ, സാംസ്കാരിക പഠിതാക്കൾ എല്ലാവരും നിന്ന് പ്രവർത്തിക്കേണ്ട ഒരു സാധനമാണെന്നുള്ള ഒരു നിരീക്ഷണം ഈ അവസരത്തിൽ മുന്നോട്ട് വെക്കുകയാണ്.